കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായിയിൽ നിധിയെന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ നിധികുംഭം ലഭിച്ചത്. കണ്ടെത്തിയ വസ്തുവകകൾ പോലീസ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇവ പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിക്കും. ഈ കാണുന്ന സ്ഥലത്താണ് നിധിയെന്ന് കരുതുന്ന വസ്തുവകകൾ മറഞ്ഞു കിടന്നിരുന്നത്. കണ്ടെത്താൻ നിമിത്തമായത് തൊഴിലുറപ്പ് തൊഴിലാളികളും. ചെങ്ങളായിയിലെ പരിപ്പായി LP സ്കൂളിന് സമീപത്തെ താജുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ പതിവ് ജോലിക്കെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നിലാണ് മറഞ്ഞിരുന്ന കൗതുകം വെളിപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ തൊഴിലാളികൾ മഴക്കുഴി കുത്തുന്ന ജോലിയിലേർപ്പെട്ടു. ആയിഷയും നബീസയും ചേർന്ന് 3/4 അടിയോളം കുഴിച്ചപ്പോൾ ഒരു ഓട്ടുകുടം ലഭിച്ചു. ബോംബ്, കൂടോത്രം എന്നിങ്ങനെ പതിവ് സംശയങ്ങളും ഭീതിയും. പിന്നീട് ധൈര്യം സംഭരിച്ച് തുറന്നു നോക്കിയതോടെ അമ്പരപ്പ്. സ്വർണ്ണ ലോക്കറ്റുകൾ, പതക്കങ്ങൾ, മുത്തുകൾ, അറബി എഴുത്തുകൾ രേഖപ്പെടുത്തിയ വെള്ളി നാണയങ്ങൾ എന്നിവയായിരുന്നു കുടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. തുറന്ന് ഞാൻ വയ്യത് ഇങ്ങനെ എടുത്ത് തട്ടുപോയതിന് മണ്ണടക്കം തട്ടി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മാലയുടെ ലോക്കറ്റ് പോലത്തെ സംഗതികൾ, നാണയങ്ങൾ അങ്ങനെയാണ് നാണയങ്ങൾ. പിന്നെ ഒരു കാശ് പോയാലുണ്ട് 4 എണ്ണങ്ങാറ്റിനല്ല പോലീസുകാരെ എണ്ണി. തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. പിന്നാലെ ശ്രീകണ്ഠാപുരം പോലീസ് എല്ലാം കസ്റ്റഡിയിലെടുത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് നിന്ന് തൊഴിലാളികൾക്ക് വെള്ളി നാണയങ്ങളും സ്വർണ്ണമുത്തുകളും ലഭിച്ചു. ഇന്നലെ നമ്മളിത് വന്ന് ശ്രദ്ധിച്ചില്ല. ഇന്ന് നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കണക്ക് വന്നിട്ട് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം നമുക്ക് മണ്ണെന്ന് മാന്തുമ്പോൾ തെളിഞ്ഞു തിരിഞ്ഞു. തെച്ചത് മണ്ണായിരുന്നു, പക്ഷെ നമ്മൾ തേച്ച് കഴുകിയിട്ട് ഇത് നിറം വെക്കുമ്പോൾ വെള്ളിയാണോ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പാട് നമ്മളവരെ അറിയിച്ചു, പഞ്ചായത്തിൽ അറിയിച്ചു, പഞ്ചായത്തുകാരെ പോലീസിനെ അറിയിച്ചു. അവർ കൈയോടെ കൊണ്ടുപോയി. കുഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കുഴിയും കൂടി കുഴിച്ചു നോക്കാം. ഏതായാലും കുറച്ച് ദിവസത്തെ പണിയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഇനി കുഴിയിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. അത്ഭുതപ്പെടുത്തുന്നുവെന്ന് സ്ഥലമുടമ താജുദ്ദീൻ. സംഭവം ഞെട്ടിപ്പിക്കുന്നതാണോ നിങ്ങളെ സംബന്ധിച്ച്? ഒരു ഞെട്ടിപ്പിക്കുന്നതന്നെ. ഇത്രയും വർഷം പഴക്കമുള്ള സാധനമല്ലേ അത്. കാലപ്പഴക്കം, മാറ്റ്, മൂല്യം എല്ലാം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.